ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അഭയം തേടാൻ വീണ്ടും ഒരവസരം കൂടി ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കേൾക്കുന്നതിനും നമ്മെ സഹായിക്കുന്നതിനും നമ്മെ മനസ്സിലാക്കുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ദുരിതങ്ങളും യാതനകളും ദുഃഖവും എല്ലാം അറിയുന്നു. അവിടുന്ന് നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ മനസ്സിലാക്കുന്നു. അവിടുന്ന് കർത്താവായ യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഓരോ വേദനയും അവിടുന്ന് മനസ്സിലാക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവാണ് നിങ്ങളുടെ സങ്കേതം, കർത്താവാണ് നിങ്ങളുടെ അഭയസ്ഥാനം. ആർക്കും നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവ് നിങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യും. ദുരിതങ്ങളിൽ അകപ്പെടുമ്പോൾ കർത്താവിനെ വിളിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് കൂടെയുണ്ട്. അവിടുന്ന് ഒരിക്കലും നിങ്ങളെ അനാഥനായി വിടുകയില്ല. വിശ്വസിക്കുക, ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുന്ന് നിങ്ങളെ പരിപാലിക്കുന്നു. ആപത്തുകളിൽ അപകടങ്ങളിൽ അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് കർത്താവിൻ്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം സുഖമായ നല്ല ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഒരു 10 മിനിറ്റ് ഈ രാത്രി ഉറങ്ങാൻ മുൻപ് എല്ലാ വേദനകളും മനസ്സിൽ നിന്ന് മാറ്റി കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴമായി വസിക്കാൻ നമുക്കെടുക്കാം. എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ സ്വസ്ഥമായിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന, നിങ്ങളുടെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കുക. അവിടുന്ന് നിങ്ങളുടെ മുറിവുകൾ ഉണക്കും. നിങ്ങളുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ മുറിവുകളെ കർത്താവ് സുഖപ്പെടുത്തും. അവിടുന്ന് നിന്റെ രോഗം സൗഖ്യപ്പെടുത്തും. വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 31:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അഭയവും സങ്കേതവുമാണ്. ദൈവമേ, ഭയം കൂടാതെ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ അങ്ങ് വഴിയൊരുക്കിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ, പാപങ്ങളെ, ഞങ്ങളുടെ അവിശ്വസ്തതയെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ ചിറകിൻ കീഴിൽ വസിക്കാൻ ഞങ്ങളെ നീ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, എത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, എത്രമാത്രം നീ ഞങ്ങളെ കരുതുന്നു. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അയോഗ്യരാണ്. എന്നാൽ യേശുവിൻ്റെ തിരുരക്തം
അങ്ങയുടെ സന്നദ്ധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി. ഈ അനന്തമായ സ്നേഹത്തെ പ്രതി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനകളെല്ലാം മറന്ന് ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി കർത്താവെ, നിന്നിലായിരിക്കാൻ, സ്വസ്ഥമായി നിന്റെ സന്നദ്ധിയിൽ മനസ്സ് തുറക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവെ, അവിടുന്നാണ് എനിക്ക് ഉറപ്പുള്ള പാറ, അവിടുന്നാണ് എൻ്റെ കോട്ട. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും കുറവുണ്ടാവുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ യാതനകളുടെ സ്വരം ശ്രവിക്കുന്നുണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളുടെ മനസ്സിനെ വിവേചിച്ചറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ വേദനകളെ, നിസ്സഹായ അവസ്ഥയെ, കർത്താവെ, ഒറ്റപ്പെട്ടുപോയ അവസ്ഥയെ നീ കാണണമേ. ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സാന്നിധ്യം, നിന്റെ അനന്തമായ ശക്തിയും സ്നേഹവും രുചിച്ചറിയാൻ കർത്താവെ, നിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമേ. ഞങ്ങളുടെ വേദനകളെല്ലാം മറന്ന് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശാരീരിക ക്ലേശങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിട്ടുമാറാത്ത വേദന, ശാരീരിക ക്ലേശം, ശരീരത്തിലുള്ള മുറിവുകൾ കർത്താവേ, ഇന്ന് നീ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണല്ലോ. കർത്താവേ, നിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ സകല കേടുപാടുകളിൽ നിന്നും, സകല മുറിവിൽ നിന്നും, രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ. എല്ലാ വ്യാധികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ നീ സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവേ, നിനക്കെതിരെ പിറുപിറുക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ അല്ലലില്ലാതെ, അലച്ചിലില്ലാതെ, സ്വസ്ഥമായി നിന്റെ സന്നിധിയിൽ കിടന്നുറങ്ങാൻ ആരോഗ്യപരമായ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും യാത്രകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക ദുരിതങ്ങളിൽ നിന്നും, ശക്തികളിൽ നിന്നും, ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, പ്രത്യേകമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കർത്താവേ, നാളെ ഒരു വലിയ അനുഗ്രഹം നീ നൽകണമേ. നാളത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാക്കി ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നീ സഹായമായി വന്ന് ഞങ്ങൾക്ക് സമാധാനപരമായ ഒരു നല്ല ദിവസം നാളെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്ത് സംരക്ഷിക്കട്ടെ. കർത്താവ് നമുക്ക് ദാനമായി നൽകിയ സകല വസ്തുവകകളും സമ്പത്തും അവിടുന്ന് പ്രത്യേകം കാത്തു സൂക്ഷിക്കട്ടെ. എല്ലാ ദുഷ്ടരിൽ നിന്നും അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെ കാത്തു പരിപാലിക്കട്ടെ. നാളെ നല്ലൊരു ദിവസം കാണാൻ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. അതുവരെ ദൈവമായ കർത്താവ് അവിടുത്തെ പൊൻകരങ്ങളിൽ നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.